നമസ്കാരം. സോംജീസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇന്ന് കടന്നുപോയി ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടായിരുന്നു. അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. 0.5% അവർ കട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 0.25 ഒക്കെയാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. പല അനലിസ്റ്റുകളും 0.25 പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവർ 0.5% തന്നെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ അതിശയിപ്പിച്ചു അവരെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാർക്കറ്റ് അങ്ങനെയൊന്നും അനങ്ങാൻ തയ്യാറായില്ല. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്, ഇതുപോലൊരു റേറ്റ് കട്ട് ഉണ്ടായിട്ട് എന്ന് ഓർക്കണം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടു ഈ റേറ്റ് കട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായി ഈ റേറ്റ് കട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ഇരുന്നത്. അതിൻ്റേതായ ഉയർച്ച അതിൽ കാണുകയുണ്ടായി. ഇൻഡെക്സുകളിൽ ഡൗ ജോൺസിലും നാസ്ഡാക്കിലും ഒക്കെ അത് കാണുകയുണ്ടായി. അതുകൊണ്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ കൂടുതൽ മുന്നേറാതിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു രീതിയിലും ആലോചിക്കാവുന്നതാണ്. അതായത് ഫെഡറൽ റിസർവ് തന്നെ സമ്മതിച്ചിരിക്കുന്നു, അമേരിക്കയിലേക്ക് മാന്ദ്യം കടന്നു വരികയാണ്, മാന്ദ്യത്തിൽ പെടാൻ പോവുകയാണ് അമേരിക്കൻ മാർക്കറ്റ് എന്നാണ് ഫെഡറൽ റിസർവ് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം 0.5% കട്ട് ചെയ്തുകൊണ്ട് അവർ മാർക്കറ്റിൽ ഈ മാന്ദ്യത്തിലേക്ക് കടക്കുന്നതിനെ തടയാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഉത്തേജക പാക്കേജ് എന്ന നിലയിലാണ് 0.25 ഒക്കെ കുറയ്ക്കേണ്ടിയിരുന്നത് 0.5% കുറച്ചത് എന്നാണ് പല അനലിസ്റ്റുകളും വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു മാനമുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആയാലും അമേരിക്ക ആയാലും മാന്ദ്യത്തിലേക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ തീർച്ചയായും അതിനൊരു സാധ്യതയുണ്ട് എന്ന് ഫെഡറൽ റിസർവ് സമ്മതിച്ചു എന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. അതും ഈ മാർക്കറ്റിനെ മുന്നോട്ടുള്ള ചലനത്തിന് പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇന്ന് ഇപ്പോൾ കൂടുതൽ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായില്ല. വോളറ്റൈലിറ്റി വളരെയേറെ ഉണ്ടായിരുന്നു. ചാഞ്ചാട്ടം എല്ലാ രീതിയിലും താഴോട്ടും മുകളിലോട്ടും എല്ലാം ഉണ്ടായി. അവസാനം ക്ലോസ് ചെയ്തപ്പോൾ ചെറിയ പ്ലസ്സോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 35 പോയിൻറ്റോളം പ്ലസ്സാണ് നിഫ്റ്റി. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് നടന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്ര 0.5% ഒക്കെ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മറിച്ച് മാർക്കറ്റ് വളരെ കൃത്യമായി വളരെ കണക്കുകൂട്ടലുകളോടെ നീങ്ങുകയാണ് ചെയ്തത്. 0.5% കട്ട് ചെയ്തു എന്നുള്ളത് നമ്മളുടെ മാർക്കറ്റിനെ അത്രയേറെ സ്വാധീനിക്കുകയില്ല എന്നുള്ള രീതിയിലാണ്, മാർക്കറ്റ് ആ വഴിക്ക് നോക്കിയേയില്ല എന്നുള്ള രീതിയിലാണ് പോയത്. വേറൊരു കാര്യമുള്ളത്, മാർക്കറ്റ് ഇത് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാർക്കറ്റ് ഈ റേറ്റ് കട്ടിൻ്റെ പേരിൽ ഉയർന്നുയർന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാവാം ഇന്നതിൽ കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകാതിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഏത് രീതിയിൽ നമ്മൾക്കും ചിന്തിച്ചാലും ഇന്ത്യൻ മാർക്കറ്റിന് ഈ റേറ്റ് കട്ട് കൊണ്ട് തീർച്ചയായിട്ടും ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളതിന് സംശയമില്ല. അല്ലെങ്കിൽ ഈ MSCI ഇൻഡെക്സിൽ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് കൂടിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ മുന്നിലേക്ക് വന്നു, എമർജിങ് മാർക്കറ്റുകളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ വിദേശികൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ചൈനയിലേക്ക് പോകേണ്ടിയിരുന്ന കുറേ നിക്ഷേപങ്ങളും കൂടുതലായി ഇന്ത്യയിലേക്ക് വരുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് വിദേശ നിക്ഷേപകരുടെ കൈത്താങ്ങുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് ഇത് എടുക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. റേറ്റ് കട്ടിൻ്റെ ഗുണം അമേരിക്കക്കാരേക്കാൾ കൂടുതലായി ഇന്ത്യൻ മാർക്കറ്റ് അനുഭവിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MSCIയുടെ ഇൻഡെക്സിനൊക്കെ മാറ്റം വരികയോ അവരത് കൂടുതൽ നിക്ഷേപത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെയും ഒക്കെ കഥകൾ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ വേണം കരുതാൻ. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത്, സ്പൈസ് ജെറ്റ് ഒരു 3000 കോടി രൂപയുടെ ഒരു QIP നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് വിജയപ്രദമായി നടപ്പാക്കി. അത് കൂടുതൽ അപേക്ഷകരുണ്ടായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്പൈസ് ജെറ്റിന്
3000 കോടി കൊണ്ട് അവർ കടത്തിലും അതിൻ്റെ മാർക്കറ്റ് ഷെയർ ഇടിയൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന ഒരു എയർലൈനാണ്. അത് ഈ ഒരു QIPയിലൂടെ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അടുത്ത 1-2 ക്വാർട്ടറുകളിലെ പ്രവർത്തനം കൂടി നമുക്ക് വിലയിരുത്തിയാൽ അതിൻ്റെ നിക്ഷേപ സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ എയർലൈനുകൾ വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ പുതിയ IPOകൾ വരുന്നതിനേക്കാളും ഒക്കെ കൂടുതലായി മാർക്കറ്റിൽ ഉള്ള ഒരു ഷെയറാണ് സ്പൈസ് ജെറ്റിൻ്റേത്. ആ സ്പൈസ് ജെറ്റിന് പ്രവർത്തനം കൊണ്ട് മെച്ചപ്പെടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഷെയർ വാല്യൂ തീർച്ചയായിട്ടും ഉയരുക തന്നെ ചെയ്യും. അതൊരു ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു ഷെയറാണ് എന്ന് എനിക്ക് തോന്നുന്നു. 68 രൂപയിലൊക്കെ കിടക്കുന്ന സ്പൈസ് ജെറ്റ് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഷെയറാണ്. അതിൻ്റെ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ അടുത്ത 1-2 ക്വാർട്ടറിലേത് കൂടി വീക്ഷിച്ചതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ എന്നും പറയുന്നുണ്ട്. മറ്റൊരു വാർത്തയുള്ള ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ്. 38 രൂപ 39 രൂപയ്ക്ക് ആയിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഇപ്പോൾ അവരുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബ്രാൻഡ് വാല്യൂ ഉള്ള 75 കമ്പനികളിൽ അവർ പെടുന്നു എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇതിൻ്റെ ഷെയറിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ തരത്തിലും, അതായത് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ അവർ ഹോട്ടലുകൾ ഏറ്റെടുക്കുന്നുണ്ട്. കൂടുതൽ നിക്ഷേപം ഇറക്കിയത് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്ന ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ പല രീതിയിലും അവർ പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ക്യാപെക്സ് ഉയർത്തുന്നു. തീർച്ചയായിട്ടും നമ്മൾക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു ഷെയറാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. 41 രൂപയിലൊക്കെ ഇപ്പോൾ കിടക്കുന്ന ഷെയറിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന്, സൊമാറ്റോയുടെ ബ്രാൻഡ് വാല്യൂ 100% അവർ 2024 ഉയർത്തിയത് എന്ന് പറയുന്നു. ബ്രാൻഡ് വാല്യൂ 100% ഉയർത്തിയെന്ന് പറഞ്ഞാൽ അവരിലുള്ള വിശ്വാസം 100% വർദ്ധിച്ചു എന്നാണ് ജനത്തിൻ്റെ. അവരുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ആ രീതിയിൽ അതിനെ കാണുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ സൊമാറ്റോ ഈ അടുത്തിടെ വളരെയേറെ മുന്നേറിയ ഒരു ഷെയർ കൂടിയാണ്. ആ ഷെയറിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലൊന്ന് കൊണ്ടുവരാം. അതിനിനിയും മുന്നേറാനുള്ള സാധ്യതകളുള്ള ഒരു ഷെയറാണ് എന്ന് പല അനലിസ്റ്റുകളും പറയുന്നുണ്ട്, ബ്രോക്കറേജ് സ്ഥാപനങ്ങളും പറയുന്നുണ്ട്. എല്ലാവരും നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഒരു ഷെയർ കൂടിയാണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ പല ന്യൂസുകളിൽ വരുന്ന പുറത്തേക്ക് ഇവരൊക്കെ തന്നെ വിടുന്നതാണ് ഈ ന്യൂസുകളൊക്കെ. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിക്ഷേപകരുടെ മുന്നിലേക്ക് അതിന് ശ്രദ്ധ കൊണ്ടുവരാനാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ട്. അവർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിക്കുന്നു, ആ രീതിയിൽ കാണുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അടുത്ത ദിവസം വീണ്ടും ആവാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും എല്ലാം കമൻറ്റ് ബോക്സിലിടണം. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി ഉണ്ടാകും. മറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗജന്യമായി അക്കൗണ്ട് IIFL സെക്യൂരിറ്റീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ ഓപ്പൺ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.